ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇനിയുള്ള കാലത്ത് എന്തൊക്കെ വിഷയങ്ങൾ വരും? ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് വന്ന അതെ 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 ഈ ശ്രീമതി ദീപ്തി, ഞാൻ ചോദിച്ചത് ഈ കമ്മ്യൂണൽ നറേറ്റീവ് അത് പല രൂപത്തിൽ വരാം. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി പദത്തിൽ ലീഗ് ഒരു നിലപാടെടുത്തു തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടത് മൂർച്ഛിപ്പിക്കുന്നുണ്ട്. ബിജെപിയുടെ നേതാക്കളും മറ്റുമൊക്കെ പല കമന്റുകൾ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കോൺഗ്രസും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടി വരില്ലേ വരുന്ന നാളുകളിൽ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ അത് വർഗീയത എന്ന് പറയുന്നത്. അത് എല്ലാ വിഷയങ്ങളിലും ആ വർഗീയത കുത്തിവെച്ച് ഓരോ വിഷയങ്ങളെയും അങ്ങനെ ഡിവിസീവായിട്ട് കാണാനുള്ള ഒരു 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 താല്പര്യം BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ എല്ലാ കാലത്തും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ലീഗിൻ്റെ അഭിപ്രായം ചോദിക്കാതെ കോൺഗ്രസിന് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ലീഗ് ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ലീഗിൻ്റെ അഭിപ്രായം കൺസിഡർ ചെയ്യും. ലീഗിൻ്റെ അഭിപ്രായം ചോദിച്ചു മാത്രമേ പോകേണ്ട കാര്യമുള്ളൂ. അതിന് ഒരു തരത്തിലുള്ള തെറ്റും അതിൻ്റെ അകത്ത് കാണേണ്ടതായിട്ട് കാര്യമില്ല. ഇപ്പം ഇവിടെ NSSഉം SNDPയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയും. എല്ലാ സാമുദായിക സംഘടനകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്, അങ്ങനെ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. കോൺഗ്രസ് എല്ലാ കാലത്തും അതിനെ ഒരു ഇൻക്ലൂസീവായിട്ടേ കണ്ടിട്ടുമുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ജാതി മതങ്ങളെയും കൂടുതൽ അടുപ്പിച്ച് നിർത്തുകയോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആ ഇൻക്ലൂസീവ് സെക്യുലറിസത്തെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വലിയൊരു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്തത്, അത്തരത്തിൽ തന്നെയായിരിക്കും ഇനി മുമ്പോട്ടും അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ലീഗിനെ സംബന്ധിച്ച് ലീഗ് കോൺഗ്രസ് UDFന്റെ ഒരു ഘടകകക്ഷിയാണ്, ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മറ്റ് ഘടകകക്ഷികളെ പോലെ തന്നെ തീർച്ചയായിട്ടും ലീഗും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അഭിപ്രായം ചോദിക്കേണ്ടതും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിപ്രായ സമന്വയം ഒരു കാര്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അഭിപ്രായവും കൺസിഡർ ചെയ്യപ്പെടും. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ശ്രീ ഗോമൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും അഭിപ്രായം കേട്ട അത്തരത്തിൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ ശ്രീ KC വേണുഗോപാൽ എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണ്, ഖാർഗെ ആരാണ്? കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ വാക്കെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് ഖാർഗെ എന്ന് പറയുന്ന ACC പ്രസിഡന്റ് എത്തുന്നത്. അപ്പോൾ ആ പ്രസിഡന്റ് പറയുന്ന വാക്കും അതുപോലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. നെഹ്റു കുടുംബത്തിന്റെ അംഗം എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെയല്ല. നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനത്തോടെ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഏറ്റവും അവസാനത്തെ അഭിപ്രായം എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറുള്ള, അതിന് പക്വതയോടെ അതിനെ കാണാൻ കഴിവുള്ള നേതാവാണ് ശ്രീ KC വേണുഗോപാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അപശബ്ദവും അഭിപ്രായവും രണ്ടാണ് ശ്രീ ഗോപൻ. അപശബ്ദം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ വേണം കാണാൻ. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. അഭിപ്രായമുള്ളത് കൊണ്ടാണ് 3 പേരുടെ പേരുകൾ വന്നത്. ആ 3 പേരെയും പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട്. അതിലൊരാളെ പിന്തുണയ്ക്കുന്ന ആൾക്ക് മാത്രമേ പിന്തുണ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയെ മുഴുവൻ വരുതിയിലാക്കുന്ന ഒരു രീതി കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. പല അഭിപ്രായങ്ങളുണ്ടാവും, അസ്വാരസ്യങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ശരി.